ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വെർമസലി വെച്ചിട്ട്, നമ്മുടെ സേമിയ വെച്ചിട്ട് നമുക്കൊരു ഉപ്പുമാവ് റെഡിയാക്കാം. വളരെ സിമ്പിളായിട്ട്, ഒരു 20 മിനിറ്റ്സ് പോലും വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ വെർമസലി എടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കരിച്ചങ്ങ് കളയരുത്. എന്നിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഉപ്പുമാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളകും സവാളയും കുറച്ച് ഇഞ്ചിയും ഒക്കെ വേണം. അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വേറൊരു അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. തിളച്ച വെള്ളം വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അപ്പം അത് കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാധാ ഉപ്പുമാവിനുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഇടും. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക്. ഇവിടെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരതെല്ലാം പെറുക്കി മാറ്റി വെക്കും. അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണെന്ന്. അപ്പോൾ ഇതിനാവുമ്പോൾ നമുക്ക് പഴമോ പയറോ കടലയോ ഒന്നും വേണ്ട. ഇതിന് കുറച്ച് ഒരു മധുരം ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിനി കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. ഇനി പെട്ടെന്ന് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിടാറുണ്ട്, അതുകൊണ്ട് ഇട്ടു. ഇതിനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒരുപാട് വേണ്ട. അപ്പോൾ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ടിരുന്നത് ഒമാൻ പച്ചമുളകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടിച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ചെറിയ മധുരവും കുറച്ച് ഇതും കുറച്ച് മധുരവും ഒക്കെ ആകുമ്പോഴത്തേക്കിന്, എരിവും ഒക്കെ ആകുമ്പോഴത്തേക്കിന് അടിപൊളിയാകത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. തേങ്ങയോ ഒക്കെ കുറച്ചൊന്ന് കൂടിയെന്ന് വിചാരിച്ചോ കുറഞ്ഞെന്ന് വിചാരിച്ചോ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരാറില്ല. അപ്പം നമ്മളെടുത്ത് വെച്ചിരുന്ന നമ്മുടെ സേമിയയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും പാകത്തിന് മതി, ഒരുപാട് വേണ്ട. നമ്മുടെ റവ ഉപ്പുമാവ് പോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് കുഴഞ്ഞു പോകും. കണ്ടില്ല, ഇത്രയും മതി. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും, കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ, കുറവ് വേണ്ടവർക്ക് കുറവ്. അപ്പം ഞാനതാ പറഞ്ഞത്, കുറച്ച് എരിവും കുറച്ച് മധുരവും ഒക്കെ. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ ചേർക്കാറില്ല. ചിലരൊക്കെ അങ്ങനെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആവശ്യമില്ല, ശരിക്കും തിളച്ച വെള്ളമായതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, അത്ര തന്നെ. ഇതിപ്പോൾ കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കട്ടൻ കാപ്പിയും സേമിയ ഉപ്പുമാവും ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഈവനിങ് സ്നാക്സ് പോലെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ ആകാം, ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടവർക്ക് അങ്ങനെ ആകാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.